എന്നാൽ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്ന് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പോരാറാണ് പതിവ്. അങ്ങനെ കടമുള്ളത് കൊണ്ട് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു, എനിക്ക് നട്ടൽ നഷ്ടപ്പെട്ടു പോയിരുന്നു, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരുപാട് ആളുകൾ ഞാൻ എന്തെങ്കിലും ദുരന്ത കഥാപാത്രമായി തീരും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് കടം വീട്ടണം, എന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, അതെല്ലാം നേടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, നീ എനിക്കൊരു അവസരം കൂടി താ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്റെ ഭാര്യ എന്നോടൊപ്പം വന്നു എന്ന കാരണം കൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ അവിടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അവള് എന്റെ മുന്നിൽ നിന്ന് കരയാൻ പറ്റാത്തതുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി എത്രയോ തവണ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആഭരണം പോലെ അവർക്കുണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എത്രയോ കല്യാണങ്ങൾ, എത്രയോ ഗൃഹപ്രവേശനങ്ങൾ, വീട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്തവരുടെ കല്യാണങ്ങളൊക്കെ പോകാൻ കഴിയാതെ ആയിപ്പോയിട്ടുണ്ട്. അതിനൊന്നും പോകാൻ പറ്റുകയായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് 2 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് നല്ലൊരു കളിപ്പാട്ടം വാങ്ങിച്ചു. മനസ്സ് വീങ്ങി മുഖത്തൊരു ചിരിയും വരുത്തി ഞാൻ എന്റെ റൂമിലേക്ക്. ആ ദിവസങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നെഞ്ചിലൊരു കല്ല് വെച്ചതുപോലെയായി. ശ്വാസം പോലും നമുക്ക് എടുക്കാൻ കഴിയില്ല. സ്വന്തം അമ്മയാണ് നമ്മളെ ഓർത്ത് കരയുന്നത്. വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് ഈ പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ഈ പ്രായത്തിൽ നമ്മളെ ഓർത്ത് നമ്മുടെ അമ്മ കണ്ണുനീര് പൊഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടില്ല. നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് അവസാനിച്ചു പോയെങ്കിൽ എന്ന് ഓർത്തു പോയിട്ടുണ്ട് എത്രയോ തവണ. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മയുടെ മുമ്പിൽ ആ കണ്ണുനീരിന് പകരം എന്താണുള്ളത്? എന്റെ ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒരിക്കൽ പോലും എന്നോട് എന്റെ സ്വർണം തിരിച്ചു തരൂ, എനിക്ക് നല്ല വസ്ത്രം വേണമല്ലോ എന്ന് ഒരിക്കൽ പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് എന്നോട് കളിപ്പാട്ടം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, മൈ ലൈഫ് സ്റ്റൈൽ അത് നിങ്ങൾക്കൊരു ബിസിനസ് ആയിരിക്കും, പക്ഷെ എനിക്ക് 2ാം ജന്മമാണ്. മൈ ലൈഫ് സ്റ്റൈൽ എനിക്ക് തന്നത് എന്താണ്? എന്റെ അമ്മയുടെ കണ്ണുനീരിന് പകരം എനിക്ക് എല്ലാ ആഴ്ചയിലും 2,10,000 തിരികെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക്